മക്കളെ, നമ്മളുടെ കഥ കുറെ സബ്സ്ക്രൈബർ മക്കള് ഫുട്ബോൾ കളിക്കാരാണ് ഇവര്. അപ്പൊ ഞങ്ങളായിട്ടൊരു സെൽഫി എടുക്കട്ടെ. 20-ാം തീയതി ഇവരുടെ ഫുട്ബോൾ കളി നടക്കണ്ട. ഇവിടെ നമ്മുടെ ഇവിടെ അല്ലേ, തൂമ്പ്രിപാലത്തിന്റെ അവിടെ. അപ്പൊ അതിന് വന്നതാണ് ഇവര്. സന്തോഷകരമായിട്ട് മമ്മിനെ ക്ഷണിക്കാൻ. ടെക്നോ ഇവിടെ ഇല്ല. അപ്പൊ മമ്മി ഇവരുടെ കൂടെ ഒരു സെൽഫി. ബാ. ഹലോ മക്കളെ, മമ്മി ഇന്ന് വന്നിരിക്കണത് ഇതേ കണ്ട. ഇതെന്തിട്ടാന്നറിയാമോ? ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതല്ല, ട്രെൻഡിങ് ആയ സംഭവം മാമ്പഴ പുളിശ്ശേരി. ഹായ്, നല്ല അടിപൊളി നാട്ടുമാങ്ങ അല്ലേ? നാട്ടുമാങ്ങ. അത് ഞാൻ ഇന്നലെ ഇതുപോലെ പുറത്തു പോയോണ്ട് വരുമ്പോ മാങ്ങ ഇരിക്കുന്നുണ്ട്. മൂവാണ്ടൻ മാങ്ങ ഇരുന്നത്. എന്നിട്ട് അതിന് 4 എണ്ണം ഞാൻ മേടിച്ചു. മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടല്ല മാമ്പഴ പുളിശ്ശേരി വെക്കുക, ഇങ്ങനത്തെ മാങ്ങയും കൊണ്ടാണ് വെക്കാമെന്ന്. എന്നിട്ട് മമ്മി ഇതേ ഇന്നിപ്പോൾ അത് ഞങ്ങൾക്ക് കടയിലത്തെ അച്ഛ മേടിച്ചുകൊണ്ടെന്ന് തന്നു. ഞങ്ങതേ കറി വെക്കാൻ വേണ്ടി ഇങ്ങനെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ലേശം പുളിയും മധുരവും കൂടി ആയിരിക്കണം മാങ്ങയിരിക്കണം, സൂപ്പറായിരിക്കും. പക്ഷേ ഇവിടെ പക്ഷേ ഇവിടെ വലിയ തൃപ്തി ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അമ്മ കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ്. അപ്പം നോയലിനോട് ഞാൻ പറഞ്ഞു, എടാ മമ്മി മാമ്പഴ പുളിശ്ശേരി വെക്കാൻ പോണ് എന്ന് പറഞ്ഞപ്പോൾ മമ്മിക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീഡിയോയ്ക്കേടാ. എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനെയായാലും നമുക്ക് കിട്ടണതുകൊണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, പ്രത്യേകത ഒരു കറിയാണ്, പഴമയുള്ള കറി. പക്ഷെ നമ്മൾക്കല്ലത് കൂടുതൽ. എന്നാലും നമ്മൾ അത് കണ്ടേക്കണ കാരണം കൊണ്ട് അപ്പം നമ്മ കണ്ടേക്കണ ആ പോലെ തന്നെ ഒന്ന് വെച്ച് നോക്കാം. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ട പഴമയായ കറി മാമ്പഴ പുളിശ്ശേരി വെച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഇവർ കൂട്ടില്ലേ, ലാസ്റ്റ് കൂട്ടിക്കേണ്ടി വരുമോ എന്നൊക്കെ നോക്കാം. അപ്പം നമ്മ 6 മാങ്ങ എടുക്കുന്നുണ്ട്. ഈ കുഞ്ഞി മാങ്ങ ഇങ്ങനത്തെ മാങ്ങയാണ് എടുക്കാമെന്നാണ് പറഞ്ഞു കേട്ടേക്കണേ. അപ്പം നമ്മ 6 മാങ്ങ എടുക്കുന്നുണ്ട്. ഇത് തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ. ഇതാണ് ചപ്പി. കുഞ്ഞി മാങ്ങ ഇത്രയേ ഉള്ളൂ. നല്ല മണമുള്ള മാങ്ങ, നല്ല മണമുള്ള മാങ്ങ ദേ ഇത്രയേ ഉള്ളൂ. കണ്ട, ഇത് തന്നെ മാങ്ങ. മധുരമാണ്. ഞാനിത് പുളിയാണെന്ന് വിചാരിച്ചു. പുളിയും മധുരവും കൂടിയും നാട്ടുമാങ്ങ പലതരമുണ്ട്. നല്ല മണമായിട്ട് നല്ല മധുരമായിട്ടുള്ളതുണ്ട്, നല്ല മണമായിട്ട് നല്ല പുളി മധുരമായിട്ടുള്ളതുണ്ട്. പക്ഷെ ഇത് മധുരമാണ്. അപ്പം ഇതിൽ നമുക്ക് കറി വയ്ക്കാം. ഓക്കെ, മാമ്പഴ പുളിശ്ശേരി കറി വെക്കണത് മമ്മി കാണിച്ചു തരാം. അപ്പം മമ്മി ഇതേ മാങ്ങ തൊലി കളഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, കുറച്ച് സബോള. ഇത് നമുക്ക് താളിച്ചിടാൻ കച്ചൊഴിക്കാൻ എടുത്തു വയ്ക്കാം. ഇതെല്ലാനും ഉപ്പിടാം ലേശമല്ല, ആവശ്യത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി ഇടാനില്ല. മഞ്ഞൾപ്പൊടി ലേശം ഇടുന്നുണ്ട്. അത്ര മതിയല്ലേ പോരെ? അത് തിന്നില്ലെങ്കിലാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇടിയുള്ള മോളെ ഒക്കെ ഇടാ. അപ്പം മമ്മീനകത്ത് മഞ്ഞപ്പൊടി, ഉപ്പ്, സവോള, ഇഞ്ചി, പച്ചമുളക്, മാങ്ങ അതൊക്കെ കൂടി ഇട്ട് വെള്ളം ഇട്ട് നന്നായി അങ്ങോട്ട് തിരുമ്മി കൂട്ടാം. കൈ കൊണ്ട് അങ്ങോട്ട് ആക്കണം. എന്നിട്ട് നമുക്ക് അധികം തിരുമ്മി അടയ്ക്കണ്ട, ഇനി വേഗണ്ടേ. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. അവിടെ കിടന്ന് വേഗട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനകത്ത് തേങ്ങ അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. നല്ല വയലറ്റ് പച്ചമുളക്. ഈ പച്ചമുളക് ഇടുന്ന കാരണം മമ്മി മുളക് പൊടി ഇടാനില്ല. പച്ചമുളക്, കുറച്ച് ജീരകം, ചെറുജീരകം, കറി ജീരകം, ചെറുജീരകം, വെളുത്തുള്ളി 2 അല്ലി, അധികം വേണ്ട. അമ്മ എടുത്തുകൊണ്ടിരട്ടെ കേട്ടാ. അപ്പം നമുക്ക് 3, 4, 5, 6 അല്ലി വെളുത്തുള്ളി ഇടാം. പിന്നെ തേങ്ങ ഇടാം. തേങ്ങ ഇത് മുഴുവനൊന്നും വേണ്ട, ഇവരാരും തിന്നില്ലെങ്കിൽ പിന്നെ 2
അരമുറി തേങ്ങ ഉണ്ടല്ലേ അമ്മു? അരമുറിയിലെല്ലാം അധികം ഉണ്ട്. ഒരു തേങ്ങ, 2 മുറി ഒരു തേങ്ങയാണല്ലേ മോളെ? അപ്പം അധികം ചാറില്ലാണ്ട് നല്ല കട്ടയിട്ട് എടുക്കാൻ വേണ്ടി അരമുറി അമ്മ എടുത്ത് അരമുറി മാറ്റി വെച്ച്. വലിയ തേങ്ങയായിരുന്നു ഒരു വിധം. എന്നിട്ട് തൈരിട്ടങ്ങ് അടിച്ചെങ്കിലാ പിന്നെ കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ വെള്ളമാകും. തൈര് നമുക്ക് നല്ല കട്ടത്തൈരല്ല, കട്ടത്തൈരുണ്ട് പക്ഷേ അതിന് പുളി കുറവാണ്. അപ്പം ഇതിനാണ് പുളിയുള്ളത്. ഇതിന് ലേശം പുളി വേണേ, മാങ്ങക്ക് മധുരമുള്ള കാരണം ലേശം പുളിയുള്ള തൈരായിരിക്കണം. അപ്പം അമ്മു ഇങ്ങനത്തെ തൈര മേടിച്ചുകൊണ്ടെന്നേ. ഇതിനാകുമ്പോൾ പുളിയുണ്ട്. അപ്പം ഇത് നമുക്ക് കൂട്ടാം, എന്നിട്ട് അരയ്ക്കാം. നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നല്ല എന്താ പറയുക, മഷി പോലെ അരച്ചെടുക്കണം. അപ്പം നമുക്ക് അരച്ചിട്ട് വരാം. അപ്പം ദേ നമ്മുടെ മാമ്പഴം കടകട 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 എന്ന് പറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടില്ല, ഒന്നും കൂടി വേകണം, ഒന്നും കൂടി വറ്റണം. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ ഇടാൻ, തേങ്ങ അടിച്ചതിടാൻ. അയ്യോ, അങ്ങോട്ട് ഇങ്ങോട്ട് തെറിക്കണ്ടല്ലോ. ഉപ്പ് കൂടിയിട്ടുണ്ട്. അരച്ച് തീരുമ്പോൾ ശരിയാകുമായിരിക്കും. അപ്പം ഒന്ന് അവിടെ കിടന്ന് സെറ്റാകട്ടെ. അപ്പം മക്കളെ, നമ്മുടെ മാങ്ങ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് കണ്ട നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ കിടക്കട്ടെ, അവിടെ കിടന്ന് അത് എന്താ പറയുക, അലിഞ്ഞോളും. പിന്നെ നമ്മ അടിച്ചു വെച്ചേക്കണം, തേങ്ങയും മോരൊക്കെ കൂടി അടിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി തന്നെയാണ് കിടക്കണേ. ഇതിപ്പോൾ ചാറ് ഇത്തിരി ഇതിലാണ്, പക്ഷെ കുഴപ്പമില്ല അല്ലേ. തിളച്ച് ഇതായി വരുമ്പോൾ ഇരുന്ന് ഫിറ്റായി വരുമ്പോൾ കുറുകിക്കോളും. അടിപൊളി. ഇനി വേണമെന്നുണ്ടെങ്കിൽ കളർ വേണോ അമ്മു? കളർ കുറവ് പോലെയാണ് തോന്നണേ ആയിട്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താളിച്ചിടുമ്പോൾ ലേശം മഞ്ഞപ്പൊടിയാ ഇതിനകത്ത് ഇടുമല്ലേ ചിലവര് അടിക്കണ ഇതില്. പക്ഷെ അധികം മഞ്ഞപ്പൊടിയായ ഇത് പക്ഷെ നല്ല ഫ്രഷ് മഞ്ഞപ്പൊടിയാണ്, നല്ല സൂപ്പർ മഞ്ഞപ്പൊടിയാ. കറി നല്ല. അപ്പം നമുക്ക് അപ്പുറത്ത് തിളവന്നു, അപ്പോഴത്തേക്കും തിളവന്ന് മൺചട്ടി ആയതുകൊണ്ടേ തിളവൻ ഭാഗമുണ്ട്, ഇത്ര മതിയില്ല. പിന്നെ ഇനി നമുക്ക് വറ്റൽമുളക്, വേപ്പില, സബോള, കടുക് വേണ്ട, ഉലുവ. കടുകിടൂല, ഉലുവിടുള്ളൂ. ഉലുവ കടുക് പൊട്ടിക്കില്ല. അപ്പം നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് ചട്ടി വയ്ക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കുക. എന്നിട്ട് നമുക്ക് വറ്റൽ മുളക് എടുക്കാം. ഇത് കിടന്ന് തിളക്കുക. ഇത് ഓഫ് ചെയ്യാറെന്ന് തോന്നണല്ലേ. ഇത് പക്ഷെ സെറ്റായി. ഇനി ഇത് ഇതാകുമ്പോൾ കട്ടയാകും. അപ്പം മമ്മി ഇത് ഓഫ് ചെയ്യാണ്. ഇത് ഓഫ് ചെയ്യുക, അങ്ങനെ ഇരിക്കട്ടെ. ഇത് തിളക്കട്ടെ. തിളയ്ക്കാനുള്ളതൊക്കെ റെഡിയാണ്. എണ്ണ തിളക്കട്ടെ. പത്തിരി വേപ്പില, വറ്റൽമുളക്, സവോള, അത് മതി. ഉലുവ അത് മമ്മി എടുത്തോളാടാ. ഒരു കൈ കൊണ്ട് തീക്കണ്ട. കണ്ട മൺചട്ടിയായ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കും. ചൂടാവാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, ആയിക്കഴിഞ്ഞാൽ ആറാൻ കുറച്ച് പണിയാണ്. അപ്പം അധികം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഉലുവ, എന്നാലും 2 ഉലുവ ഇട്ട് പൊട്ടിക്കാം. അടിപൊളി. ഇടണേക്ക് പിന്നെ പൊട്ടിയ വറ്റൽമുളക് ഇപ്പം അല്ല, സവോള ഇട്ടിട്ട് അല്ലെങ്കിൽ വറ്റൽമുളക് കരിയും. ഉലുവ സെറ്റായി. നമുക്ക് സവോള ഇടാം.
നോയിലെന്നെ കളിയാക്കി ഇതൊക്കെ കൂട്ടില്ല എന്ന് നോക്കാം, നമുക്ക് കൂട്ടില്ലേന്ന്. ഇതൊക്കെ ഒരു കറിയാണ് മക്കളെ. അതിന് ഈ പഴമക്കറികളൊന്നും ഇവർക്ക് ഇഷ്ടമല്ല, പിടുത്തമല്ല, കൂട്ടില്ല, ആരും കഴിക്കില്ല. മമ്മിയുടെ ഒരു ഇഷ്ടത്തിന് വെക്കും, കുറച്ച് കഴിക്കും. അപ്പോൾ വറ്റൽമുളക് ഇടാം, വറ്റൽമുളക് ഇടാം അല്ലേ. നമ്മുടെ വേപ്പില ഇടാം മതിയല്ലേ. നല്ലപോലെ വഴലട്ടെ, നല്ലപോലെ മുരിയട്ടെ. മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, ഇടണ്ട. നല്ലപോലെ കളർ ഇത് ഇളകിയിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട മഞ്ഞപ്പൊടി അല്ല മഞ്ഞപ്പൊടി. അപ്പൊ മൊരിഞ്ഞു. നമുക്ക് ഇനി ഇത് കറിയിലേക്ക് ഇടാം. കറിയിലേക്ക് ഇട്ടിട്ട് അപ്പം ഇളക്കരുതെന്നാണ് പറയാ. മൂടി വെക്കണമെന്ന് കറി, എന്നിട്ടാണ് ഇളക്കി ടേസ്റ്റ് നോക്കാൻ. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം, നമുക്ക് നിങ്ങളെ കാണിച്ചു തരണ്ടേ. നമുക്കിനി ഇതൊരു ടേസ്റ്റ് ചെയ്ത് നോക്കിയാലാ ഇപ്പം തന്നെ. ഹായ്, ഇതിലൊന്നും ഇടണ്ട. കണ്ട, അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി. കണ്ട, മാമ്പഴമായിട്ട് ഇത് നോക്കിയാമോ, ഇടുന്നേമോ കാണണ്ട. മാമ്പഴമായിട്ട് അമ്മേ മാമ്പഴമായിട്ട് ഇങ്ങനെ എടുക്കണം കറി. കണ്ട, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഇച്ചിരി എരിവ്, മധുരം നേരിയൊരു മധുരമുള്ളൂ. എരിവ് പച്ചമുളകിൻ്റെ നല്ല നാടൻ പച്ചമുളകല്ലേ. പക്ഷെ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉള്ള സൂപ്പർ. മക്കളെ, മാമ്പഴപ്പുളിശ്ശേരിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഓക്കേ.